ദിസ് ടൈം ഫോർ ആഫ്രിക്ക. ഈ ഫിഫ ലോകകപ്പ് ഏത് ഭൂഖണ്ഡത്തിൻ്റെതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ആഫ്രിക്ക എന്നാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ലോകകപ്പിന് യോഗ്യത നേടിയ 10 ടീമുകളിൽ 9 എണ്ണവും നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ചു. ആഫ്രിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ടീമുകൾ നോക്കൌട്ടിലെത്തിയ ഫിഫ ലോകകപ്പാണിത്. മൊറോക്കോ, സെനഗൽ, ഘാന, അൾജീരിയ, നൈജീരിയ, കാമറൂൺ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങൾ മാത്രമാണ് ഇതിനു മുമ്പ് നോക്കൌട്ട് കളിച്ചിട്ടുള്ളത്. ചരിത്രത്തിലാദ്യമായി ദക്ഷിണാഫ്രിക്ക, ഐവറി കോസ്റ്റ്, ഈജിപ്ത്, കാബോ വെർദെ, DR കോങ്കോ എന്നീ ടീമുകൾ നോക്കൌട്ട് കളിക്കുകയാണ് ഇത്തവണ. ലോക ഫുട്ബോളിൽ ആഫ്രിക്ക ഏറ്റവും കരുത്തുറ്റ നിലയിലാണ് ഇപ്പോഴെന്ന് പറയാം. ഇതിഹാസമായി വാഴ്ത്തപ്പെട്ട ആഫ്രിക്കൻ ഫുട്ബോളർമാർ മുമ്പ് പലരും ഉണ്ടായിരുന്നെങ്കിലും ഇത്രയധികം ടീമുകൾ ശക്തമായൊരു കാലം മുമ്പില്ല. ലോകകപ്പിന് യോഗ്യത നേടിയ ആഫ്രിക്കൻ ടീമുകളിൽ ടുണീഷ്യ മാത്രമാണ് പുറത്തായത്. മൊറോക്കോ, ദക്ഷിണാഫ്രിക്ക, ഐവറി കോസ്റ്റ്, ഈജിപ്ത്, കാബോ വെർദെ, സെനഗൽ, ഘാന, അൾജീരിയ, DR കോങ്കോ എന്നീ ടീമുകൾ റൗണ്ട് ഓഫ് 32-ലെത്തി. ഇവരിൽ മൊറോക്കോ 2022 ഫിഫ ലോകകപ്പിലെ 4ാം സ്ഥാനക്കാരാണ്. ഫിഫ ലോകകപ്പുകളുടെ ചരിത്രത്തിലാദ്യമായി സെമിയിലെത്തിയ ആഫ്രിക്കൻ ടീമെന്ന റെക്കോർഡ് കഴിഞ്ഞ വട്ടം മൊറോക്കോ കുറിച്ചിരുന്നു. ഇത്തവണ ഗ്രൂപ്പ് മത്സരത്തിൽ ബ്രസീലിനെ 1-1 സമനിലയിൽ തളച്ച മൊറോക്കോ ഏറെ പ്രതീക്ഷയോടെയാണ് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗോൾ ശരാശരിയുടെ കണക്കിലാണ് ബ്രസീലിന് പിന്നിൽ രണ്ടാമതായി മൊറോക്കോ ഫിനിഷ് ചെയ്തതും. ഈ ലോകകപ്പിന്റെ അത്ഭുതങ്ങൾ എന്ന് വിളിക്കാവുന്ന 2 ടീമുകളാണ് DR കോങ്കോയും കാബോ വെർദെയും. ഇവരിൽ DR കോങ്കോ എബോള എന്ന മാരകമായ രോഗത്തിന്റെ വെല്ലുവിളികളെ പോലും അതിജീവിച്ചാണ് ലോകകപ്പ് വേദിയിൽ പന്ത് തട്ടാനെത്തിയത്. ഉസ്ബെക്കിസ്ഥാനെതിരെ 3-1 നേടിയ തകർപ്പൻ ജയവും പോർച്ചുഗലിനെ 1-1 സമനിലയിൽ തളച്ചതും കോങ്കോയെ ശ്രദ്ധേയമാക്കി. കാബോ വെർദെ എന്നത് ഈ ലോകകപ്പിൽ പങ്കെടുക്കുന്ന കുഞ്ഞൻ രാജ്യങ്ങളിൽ ഒന്നാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു തോൽവി പോലും അറിയാതെയായിരുന്നു കാബോ വെർദെയുടെ കുതിപ്പ്. മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ പിടിച്ചുകെട്ടി തുടങ്ങിയ അവർ പിന്നാലെ സൗദിയോടും ഉറുഗ്വേയോടും കൂടി സമനില നേടി. ഗ്രൂപ്പിൽ സൗദിക്കും ഉറുഗ്വേയ്ക്കും മുകളിലായി രണ്ടാമത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു കാബോ വെർദെ. ഈ ടീമുകൾ മാത്രമല്ല, ദക്ഷിണാഫ്രിക്കയ്ക്കും ഐവറി കോസ്റ്റിനും ഈജിപ്തിനും ഇതാദ്യമായാണ് നോക്കൌട്ടിലേക്ക് പ്രവേശനം കിട്ടിയത്. ദിദിയർ ദ്രോഗ്ബയ്ക്കും യായ ടൂറേക്കും പോലും ഐവറി കോസ്റ്റിന് മുമ്പ് ലോകകപ്പ് നോക്കൌട്ടിലേക്ക് എത്തിക്കാനായിരുന്നില്ല എന്നോർക്കണം. എ ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായാണ് ദക്ഷിണാഫ്രിക്ക റൗണ്ട് ഓഫ് 32-ൽ എത്തിയത്. ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ച ദക്ഷിണാഫ്രിക്ക ചെക്കിനോട് സമനിലയും നേടി. ഐവറി കോസ്റ്റ് ആവട്ടെ ഇക്വഡോറിനെയും കുർസാവോയെയും തോൽപ്പിച്ചു. ഐവറി കോസ്റ്റും ഗ്രൂപ്പിൽ 2ാമതായാണ് ഫിനിഷ് ചെയ്തത്. ഒരു ജയവും 2 സമനിലയും ഈജിപ്തിനും നേട്ടമായി. ഈജിപ്ത് സമനില പിടിച്ച ടീമുകളിലൊന്ന് ഗോൾഡൻ ജനറേഷൻ പന്ത് തട്ടുന്ന ബെൽജിയമാണ്. മികച്ച 3ാം സ്ഥാനക്കാരായാണ് നോക്കൌട്ട് പ്രവേശനമെങ്കിലും സെനഗലിനും ഇത് അഭിമാനിക്കാനാവുന്ന ലോകകപ്പാണ്. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 5 ഗോളിന് സെനഗൽ തകർത്തു. ഘാന, അൾജീരിയ എന്നീ ടീമുകളും ഗ്രൂപ്പ് ഘട്ടത്തിലെ മികച്ച 3ാം സ്ഥാനക്കാരുടെ പട്ടികയിൽ നിന്നാണ് ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടിലേക്ക് പ്രവേശനം നേടിയത്.